Hi, I am Adira. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കൺസിസ്റ്റൻസിയുടെ പ്രോബ്ലംസും ദെൻ എഫിഷ്യൻസിയും സഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ അൺബയാസ്ഡ്നെസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസിസ്റ്റൻസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺബയാസ്ഡ് എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്. ഏതാണോ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് ആ പാരാമീറ്റർ കിട്ടണം. അപ്പോൾ തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ നമുക്ക് തീറ്റ കിട്ടണം. അങ്ങനെയാണെങ്കിൽ എക്സ് ബാറിനെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് പറയുള്ളൂ. സിമിലർലി കൺസിസ്റ്റൻസ് ആണ് വെച്ചാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് Tn മൈനസ് തീറ്റ മോഡ് Tn മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ ടെൻസ് ടു 1 ആയിരിക്കണം, ഈക്വൽ ടു 1 ആയിരിക്കണം. അല്ലെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് Tn ഓർ T മൈനസ് തീറ്റ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ഈക്വൽ ടു 0 ഓർ ടെൻസ് ടു 0 ആയിരിക്കണം. അപ്പോൾ ആ പ്രോബിലിറ്റി ടിയും തീറ്റയും പാരാമീറ്ററും നമ്മുടെ എസ്റ്റിമേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ച്, സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരണം. ഓക്കെ, അതാണ് കൺസിസ്റ്റൻസി പറയുന്നത്. ദെൻ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഷോ ദാറ്റ് ദ സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ. അപ്പോൾ നമുക്ക് എക്സ് ബാർ പോപ്പുലേഷൻ മീൻ മ്യൂവിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ പോപ്പുലേഷൻ ആണ് എക്സ് ഫോളോ നോർമൽ മ്യൂ സിഗ്മ സ്ക്വയർ. ദെൻ എക്സ് ബാർ എന്തായിരിക്കും? നമുക്കറിയാം, സെൻട്രൽ ലിമിറ്റ് തിയറം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമ്പിൾ മീൻ എക്സ് ബാർ എക്സ് നോർമൽ ആണെച്ചാൽ എക്സ് ബാർ ഫോളോ ചെയ്യുക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ദെൻ അതിൻ്റെ മീന് മ്യൂ തന്നെയായിരിക്കും. വാരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ n ആകും. n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസാണ്. ദെൻ അങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ സെൻട്രൽ ലിമിറ്റ് തിയറംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n. സ്റ്റാൻഡേർഡൈസ്ഡ് റാൻഡം വേരിയബിൾ ആണത്. അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുക n0 1. അപ്പോൾ നമുക്ക് എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാം. ദെൻ കൺസിഡർ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ നമുക്ക് എക്സ് ബാറും മ്യൂവിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ആ കണ്ടീഷൻ എടുക്കുക, കൺസിസ്റ്റൻസിയുടെ കണ്ടീഷൻ എടുക്കുക. ഫസ്റ്റ് കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ. അപ്പോൾ ഇത് നമുക്ക് ഈക്വൽ ടു 1 കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ് ബാറും മ്യൂയുടെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിളിലേക്ക് മാറ്റുകയാണ്. അത് ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n സെഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ചെയ്യണം. അപ്പോൾ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സിഗ്മ ബൈ റൂട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മോഡ് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ഡിവൈഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ ഇൻറ്റു റൂട്ട് n ബൈ സിഗ്മ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് സ്റ്റാൻഡേർഡ് നോർമലാണ്. അപ്പോൾ നമുക്ക് അതിന് z എന്ന് കൊടുക്കാമല്ലോ. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ പി ഓഫ് മോഡ് z ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് n ബൈ സിഗ്മ. ഓക്കെ, എപ്സിലോൺ put z is equal to x bar minus mu by sigma by root n. z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. which is equal to limit n tends to infinity p of ഈ മോഡുലസിനെ നമുക്ക് മാറ്റാം. അപ്പോൾ എന്ത് മൈനസ് എപ്സിലോൺ റൂട്ട് n ബൈ സിഗ്മ ലെസ് ദാൻ z ലെസ് ദാൻ എപ്സിലോൺ റൂട്ട് n ബൈ സിഗ്മ എന്ന് കിട്ടും. ദെൻ ഇതെന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് z ലൈസ് ബിറ്റ്വീൻ മൈനസ് എപ്സിലോൺ റൂട്ട് n ബൈ സിഗ്മ ആൻഡ് പ്ലസ് എപ്സിലോൺ റൂട്ട് n സിഗ്മ. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി കാണാൻ നമുക്കറിയാം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൈനസ് എപ്സിലോൺ റൂട്ട് n ബൈ സിഗ്മ ടു പ്ലസ് എപ്സിലോൺ റൂട്ട് n ബൈ സിഗ്മ 1 ബൈ സെഡിൻ്റെ സ്റ്റാൻഡേർഡ് നോർമലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്താ? 1 ബൈ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 സിഗ്മ സ്ക്വയർ ഡി സെറ്റ്. ഓക്കെ,
ദെൻ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിന് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ എപ്സിലോൺ √n/സിഗ്മ ഇൻഫിനിറ്റിക്ക് പോകും. √n മുകളിലാണ്, n മുകളിലാണുള്ളത്, അപ്പോൾ അത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇത് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആവും. സെഡിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡെൻസിറ്റി ഫംഗ്ഷൻ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഡെൻസിറ്റി ഫംഗ്ഷനെ ടോട്ടൽ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. അത് ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1/√2πe−1/2z² dz എന്ന് പറയുന്നത് 1 കിട്ടും. അതായത് നമ്മൾ തുടങ്ങിയത് എവിടുന്ന? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് മോഡ് x ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ എപ്സിലോൺ. അത് നമുക്ക് ലാസ്റ്റ് ഈക്വൽ ടു 1 കിട്ടി. അതായത് x ബാർ ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ ആണ്. പോപ്പുലേഷൻ മീൻ മ്യൂയുടെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ് x ബാർ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് t is a consistent estimator of theta, then t square is also a consistent estimator of theta square. അപ്പോൾ t തീറ്റയുടെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ t സ്ക്വയർ തീറ്റ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആവും എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എഴുതാം. t കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യല്ലോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് മോഡ് t മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, കൺസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയുടെ കണ്ടീഷനാണത്. ഇപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ് t. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്കിതിൻ്റെ മോഡുലസ് ഒഴിവാക്കാമല്ലോ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് എന്ത് വരും? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ t മൈനസ് തീറ്റ ലെസ് ദാൻ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഈ തീറ്റയെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാമല്ലോ. കൊണ്ടുപോകുന്നതിന് പകരം എല്ലാ ഭാഗത്തും തീറ്റ ആഡ് ചെയ്യാം. അപ്പോൾ തീറ്റ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് ഇവിടെ തീറ്റ ആഡ് ചെയ്താൽ തീറ്റ മൈനസ് എപ്സിലോൺ എന്ന് കിട്ടും. ലെസ് ദാൻ ഇവിടെ തീറ്റ ആഡ് ചെയ്താൽ തീറ്റയും കൂടി 0 ആയി പോകും. ഇപ്പോൾ t ഉണ്ടാവും. t ലെസ് ദാൻ ഇവിടെ തീറ്റ പ്ലസ് എപ്സിലോൺ ഉണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു 1. ദെൻ സ്ക്വയർ ചെയ്യുക, എല്ലാ സൈഡും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് എന്ത് കിട്ടും? തീറ്റ മൈനസ് എപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ t സ്ക്വയർ ലെസ് ദാൻ തീറ്റ പ്ലസ് എപ്സിലോൺ സ്ക്വയർ. ഇനി ഈ സ്ക്വയറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് തീറ്റ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ t സ്ക്വയർ ലെസ് ദാൻ തീറ്റ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റുമാണ്. രണ്ടും എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ദെൻ നമ്മൾ ചെയ്യുന്നത് തീറ്റ സ്ക്വയറിനെ നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ ഈ എല്ലാ ഭാഗത്തുനിന്നും എല്ലായിടത്തും തീറ്റ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് സൈഡിലെ തീറ്റ, അപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു മൈനസ് തീറ്റ സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ മൈനസ് തീറ്റ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ തീറ്റ സ്ക്വയറും ഇവിടുത്തെ ഈ തീറ്റ സ്ക്വയറും പോകും. ഇവിടെ ഒരു തീറ്റ സ്ക്വയർ മൈനസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി p ഓഫ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോൺ മൈനസ് t സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ ഈക്വൽ ടു 1. ഇനി നമ്മൾ ഈ ഒരു ടേം കൺസിഡർ ചെയ്യാണ്. എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോൺ ലെസ് ദാൻ t സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ആണ്. ഓക്കെ, ഈ ഒരു ഭാഗം മാത്രം. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊരു -2 എപ്സിലോൺ സ്ക്വയർ ചെയ്യാണ്. ഇവിടെ എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോണിൻ്റെ കൂടെ ഒരു -2 എപ്സിലോൺ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇതിന്ന് ഒരു 2 എപ്സിലോൺ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇതിന്ന് വേറൊരു സ്ഥാനം കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിനേക്കാൾ ചെറുതാവുമല്ലോ. അപ്പോൾ എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോൺ മൈനസ് 2 എപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ t സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് മൈനസ് എപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ എപ്സിലോൺ ലെസ് ദാൻ t സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ. ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ദെൻ ഇതിന് മൊത്തത്തിൽ നമുക്ക് മൈനസ് ഇടാലോ, രണ്ടും മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ ലെസ് ദാൻ t സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ എന്നാണ്.
അതേ സ്ഥാനത്തിൻ്റെ മൈനസ് ടേം നമുക്ക് ഇവിടെ കിട്ടി. ഇത് മാറ്റിയപ്പോൾ നമുക്ക് അതേപോലത്തെ ടേം കിട്ടി. മൈനസ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റുന്നത്. നമുക്ക് മോഡുലസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മൈനസ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഇവിടെ മൈനസ് സംതിങ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ പ്ലസ് സംതിങ് എന്നുള്ള ഫോമിലാണ് കിട്ടിയത്. അപ്പോൾ പുട്ട് എപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 1. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. എപ്സിലോൺസ് ഒക്കെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്തു? എപ്സിലോൺ 1 എന്നുള്ള വേറൊരു സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മൈനസ് എപ്സിലോൺ 1 ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ 1 ഈക്വൽ ടു 1. ഓക്കെ, ഈ ഇതിന് നമുക്ക് മോഡുലസ് കൊടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മോഡ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ എപ്സിലോൺ 1 ഈക്വൽ ടു 1. അപ്പോൾ നോക്കുക, ടി സ്ക്വയർ തീറ്റ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് വെച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരിക ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പി ഓഫ് മോഡ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ ഏതെങ്കിലും ഒരു എപ്സിലോൺ 2 എന്ന് എടുക്കുകയാണ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ ആ എപ്സിലോൺ 2ന് പകരം ഇവിടെ ഒരു എപ്സിലോൺ 1 വരുമ്പോൾ ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടി. ഇപ്പോൾ സെയിം കണ്ടീഷൻ നമുക്ക് കിട്ടി. അതായത് ടി സ്ക്വയർ തീറ്റ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ തീറ്റയുടെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് വെച്ചാൽ ടി സ്ക്വയർ തീറ്റ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആവും. ദെൻ മൂന്നാമത്തത് എഫിഷ്യൻസി. Efficiency is introduced by R.A. Fisher. Let T1, T2 be two unbiased estimators. Efficiency നമ്മൾ എപ്പോഴും എസ്റ്റിമേറ്റേഴ്സ് തന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ചെയ്താണ്. കുറേ എസ്റ്റിമേറ്റേഴ്സ് നമുക്ക് ഉണ്ടാകും. അപ്പോൾ കമ്പാരിസൺ ആണ്. നമുക്കൊന്ന് തന്നിട്ട് ഒന്നിൽ നിന്ന് ഒന്ന് ബെറ്റർ ആണെന്ന് പറയുമ്പോഴാണ് എഫിഷ്യൻസി വരുന്നത്. നമുക്ക് അൺബയാസ്ഡ്നെസ് അങ്ങനെയായിരുന്നില്ല. അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി കണ്ടു കഴിഞ്ഞിട്ട് അത് ഈക്വൽ ടു തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബയാസ്ഡ് ആണെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് T1 T2 രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട് ഓഫ് പാരാമീറ്റർ തീറ്റ. If variance of T1 is less than variance of T2, then T1 is said to be more efficient than T2. അതായത് വാരിയൻസ് കുറവുള്ള എസ്റ്റിമേറ്റർ ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ. That is, variance of estimator decreases, efficiency increases. Variance കുറയുന്നതിനനുസരിച്ച് efficiency കൂടും. Then relative efficiency, comparison വേണ്ടി യൂസ് ചെയ്യുന്നതാണ് relative efficiency. V of T1 by V of T2, variance of T1 by variance of T2 is called the relative efficiency of T2 with respect to T1. നോക്കുക, താഴെ ഡിനോമിനേറ്ററിൽ ഏതാണോ വരുന്നത് അതിൻ്റെയാണ് റിലേറ്റീവ് എഫിഷ്യൻസി വിത്ത് റെസ്പെക്ട് ടു മുകളിൽ ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ T2ൻ്റെ റിലേറ്റീവ് എഫിഷ്യൻസി വിത്ത് റെസ്പെക്ട് ടു T1 ആണ് വാരിയൻസ് ഓഫ് T1 by വാരിയൻസ് ഓഫ് T2. Then sufficiency. An estimator T is said to be sufficient if it provides all information contained in the sample in respect of estimating the parameter. അപ്പോൾ നമ്മൾ സാമ്പിൾ എന്നാണൊരു സ്റ്റാറ്റിസ്റ്റിക് വരുന്നത്. സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുത്തു, ഒരു സ്റ്റാറ്റിസ്റ്റിക് കിട്ടി. ആ സാമ്പിളിൻ്റെ ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്. ആ സ്റ്റാറ്റിസ്റ്റിക് വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റാറ്റിസ്റ്റിക് ആ സാമ്പിളിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണെന്ന് വെച്ചാൽ ആ സാമ്പിളിലെ എല്ലാ ഇൻഫർമേഷനും തീറ്റേനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും അത് തരുകയാണെങ്കിൽ മാത്രമാണ് അത് സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. തീറ്റയുടെ ഒരു എസ്റ്റിമേറ്റർ ആണ് ടി. ആ ടി ഒരു സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ ടി എന്ന് പറയുന്നൊരു സാമ്പിളിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ആ സാമ്പിളിൽ തീറ്റേനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും. ആ എല്ലാ ഇൻഫർമേഷനും ആ ടിയിൽ അടങ്ങിയിട്ടുണ്ടാവണം. ആ തീറ്റയെ പറ്റിയുള്ള സാമ്പിള് തരാൻ പറ്റുന്ന എല്ലാ ഇൻഫർമേഷനും ടിയിലുണ്ടായിരിക്കണം. എങ്കിലാണ് ടി സഫീഷ്യൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ദ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ an estimated T to be sufficient for a parameter theta.
അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ട് ഒരു മെത്തേഡ് വേണം. ഇപ്പോൾ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ടി ടു ബി സഫിഷ്യൻറ്റ്, ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആവാനുള്ള പാരാമീറ്റർ തീറ്റേൻ്റെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ആവാനുള്ള നെസസറി സഫിഷ്യൻറ്റ് കണ്ടീഷനും തരുന്നത് ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറമാണ്. അപ്പോൾ ആ തിയറമാണ് പറയുന്നത്, ലെറ്റ് x1 x2 etc. xn be a random sample of size n from a population with the density function f of x theta. ഫിഷർ നെയ്മാൻ ഫാക്ടറൈസേഷൻ തിയറം സ്റ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് റാൻഡം സാമ്പിൾ എടുക്കുന്നുണ്ട്, x1 x2 etc. xn n സൈസുള്ള റാൻഡം സാമ്പിൾ വിത്ത് ഡെൻസിറ്റി ഫംഗ്ഷൻ, പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റയാണ്. അതിൽ നിന്നെടുത്തൊരു സാമ്പിളാണിത്, റാൻഡം സാമ്പിൾ. അപ്പോൾ തീറ്റ ഡിനോട്ട് ദ പാരാമീറ്റർ വിച്ച് മേ ബി അൺനോൺ. തീറ്റ പാരാമീറ്റർ ആണ്, നമുക്ക് അറിയാത്ത ഒരു പാരാമീറ്റർ, അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദെൻ എ സ്റ്റാറ്റിസ്റ്റിക് ടി ഈസ് ഈക്വൽ ടു ടി ഓഫ് x1 x2 etc. xn. ടി എന്ന് പറയുന്നത് x1 x2 etc. xnൻ്റെ ഒരു ഫംഗ്ഷനാണ്. അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്. is sufficient if and only if the joint probability density function of x1 x2 etc. xn is capable of being expressed in the form L of x1 x2 etc. xn theta equal to L1 of t theta into L2 of x1 x2 etc. xn. അതായത് ടിയെ ഒരു സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് x1 x2 etc. xnനെ, അതായത് ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് x1 x2 etc. xnനെ നമുക്ക് ഇങ്ങനെ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റണം, എങ്കിൽ മാത്രമേ അതിന് സഫിഷ്യൻ്റ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ രണ്ട് ഫംഗ്ഷനും പ്രത്യേകതകളുണ്ട്. ഈ L1 L2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷനും പോസിറ്റീവ് ഫംഗ്ഷൻസ് ആണ്. കൂടാതെ L1 എന്ന ഫംഗ്ഷൻ ടീനെയും തീറ്റയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. L2 എന്ന് പറയുന്നത് x1 x2 etc. xnനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, ടിയും തീറ്റയുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, വേർ ദ ഫംഗ്ഷൻ L2 x1 x2 etc. xn ഈസ് നോൺ നെഗറ്റീവ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാരാമീറ്റർ തീറ്റ. പാരാമീറ്റർ തീറ്റയുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല L2ന്. ഓക്കെ, then and the function L1 of t theta is non-negative and depending on theta. L1 എന്ന് പറഞ്ഞത് ടിയുടെയും തീറ്റയുടെയും ഫംഗ്ഷൻ ആയിരിക്കും, നോൺ നെഗറ്റീവും ആണ്. L2 എന്നുള്ളത് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. x1 x2 etc. xnൻ്റെ ഫംഗ്ഷനാണ്, പക്ഷേ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഓക്കെ, ഇനി ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ അഥവാ തന്നെയാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വരുന്നത്. കാരണം x1 x2 etc. xn ഇൻഡിപെൻഡൻറ്റ് റാൻഡം, നമ്മൾ റാൻഡം സാമ്പിളാണ് എടുക്കുന്നത്. റാൻഡം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പോൾ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നതും ലൈക്ലിഹുഡ് ഫംഗ്ഷനും അവിടെ സെയിം ആയിരിക്കും. L of x1 x2 etc. xn തീറ്റ ഈക്വൽ ടു f of x1 x2 etc. xn തീറ്റ. അതെന്ന് പറയുന്നത് ഓരോന്നിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും. പ്രൊഡക്റ്റ് i is equal to 1 to n f of xi theta, since xi's are independent. Okay. Remark: if t is sufficient for theta, then any one-to-one function of t is also a sufficient estimator of theta. t തീറ്റയ്ക്ക് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്നുണ്ടെങ്കിൽ ടിയുടെ ഏതെങ്കിലും ഒരു 1-to-1 ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതും തീറ്റയുടെ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആവും. ഓക്കെ, 1-to-1 ഫംഗ്ഷൻ തന്നെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ടി പ്ലസ് സി ഒക്കെ സഫിഷ്യൻറ്റ് ഫോർ തീറ്റ. ഇതിനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ സാമ്പിൾ മീന് എക്സ് ബാർ സഫിഷ്യൻറ്റ് ഫോർ തീറ്റ ആണെന്നുണ്ടെങ്കിൽ സിഗ്മ എക്സ്, അതായത് സമ്മ് നമ്മൾ എക്സ് ബാർ എന്താ സിഗ്മ എക്സ് ബൈ എൻ ആണ്. അങ്ങനെയാണ് എക്സ് ബാർ സഫിഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ സിഗ്മ എക്സും സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ ആയിരിക്കും. ഒരു പ്രോബ്ലം ചെയ്യാം. എഫിഷ്യൻസിയുടെ പ്രോബ്ലം ചെയ്യാൻ കുറച്ചുകൂടി പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം, അൺബയാസ്ഡ്നെസ്സിൻ്റെ ഒക്കെ, അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ദെൻ സഫിഷ്യൻസിയുടെ പ്രോബ്ലം. ഷോ ദാറ്റ് ദ സാമ്പിൾ മീൻ ഈസ് സഫിഷ്യൻറ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റർ ലാംഡ ഇൻ എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പാരാമീറ്റർ ലാംഡ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള
എസ്റ്റിമേറ്റർ ആണ് സാമ്പിൾ മീൻ എക്സ് ബാർ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം പോയിസോണിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ലാംഡ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര ലാംഡ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ദെൻ നമ്മൾ റാൻഡം സാമ്പിൾ എടുക്കുകയാണ്. x1 x2 എക്സെട്ര xn ബി എ റാൻഡം സാമ്പിൾ. അതിനനുസരിച്ച് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതണം. എൽ ഓഫ് x1 x2 എക്സെട്ര xn ലാംഡ ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഇസ് ഈക്വൽ ടു 1 to n എഫ് ഓഫ് എക്സ് ഐ ലാംഡ. അതെന്താ? This is equal to e raised to minus lambda lambda raised to x1 by x1 factorial into e raised to minus lambda lambda raised to x2 by x2 factorial into etc. into e raised to minus lambda lambda raised to xn by xn factorial, which is equal to lambda raised to x1 plus x2 plus etc. plus xn divided by x1 factorial x2 factorial etc. xn factorial into e raised to minus n lambda എന്ന് എഴുതാം. അങ്ങനെ e raised to minus ലാംഡകൾ n ടൈംസ് പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? e raised to minus n ലാംഡ കിട്ടും. ഇത് സിഗ്മ എക്സ് താഴെ ഓരോന്നിൻ്റെയും ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എഴുതാം e raised to minus n ലാംഡ ലാംഡ raised to സിഗ്മ എക്സ് ബൈ x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ. ഇനി നമുക്ക് കാണേണ്ടത് എക്സ് ബാർ ലാംഡയുടെ സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ബാറിൻ്റെ ടേം ആക്കി മാറ്റണം. അപ്പം നമുക്ക് സിഗ്മ എക്സിനെ എക്സ് ബാർ എങ്ങനെയാക്കാം? സിഗ്മ എക്സ് ബൈ എൻ ആണ് എക്സ് ബാർ. അങ്ങനെയാണെന്ന് വെച്ചാൽ സിഗ്മ എക്സിനെ നമുക്ക് എൻ എക്സ് ബാർ എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ലാംഡ റേസ് ടു എൻ എക്സ് ബാർ ഇൻറ്റു ഈ x1 x2 എക്സെട്ര xn മാത്രമുള്ളതിനെ ഒന്ന് മാറ്റി ഫാക്ടോറിയൽസിനെ ഒന്ന് മാറ്റി 1 by x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര ഇൻറ്റു xn ഫാക്ടോറിയൽ. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് ഫംഗ്ഷൻ ആക്കി എടുക്കാം. ഫസ്റ്റത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? ടിയുടെയും തീറ്റയുടെയും ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ കേസിൽ ലാംഡയുടെയും എക്സ് ബാറിൻ്റെയും ഫംഗ്ഷൻ. അപ്പോൾ ഇത് L1 ആണ്, ലാംഡയുടെയും എക്സ് ബാറിൻ്റെയും ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷന് ലാംഡേനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതായത് ഇത് L2 ആണ്. x1 x2 എക്സെട്ര xn മാത്രമാണല്ലോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് L2. രണ്ട് പോസിറ്റീവ് ഫംഗ്ഷനാണ്. ഇ റേസ് ടു പോസിറ്റീവ് ഫംഗ്ഷനാണ്. ലാംഡ റേസ് ടു എൻ എക്സ് ബാർ പോസിറ്റീവ് ഫംഗ്ഷനാണ്. 1 by x1 x2 എക്സെട്ര xn ഓരോന്നിൻ്റെ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്നാലും പോസിറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റി, രണ്ട് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ് ബാർ ലാംഡയുടെ സഫീഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സഫീഷ്യൻസി പ്രൂവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.